80% ഐസിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്തിന് എന്തുകൊണ്ടായിരിക്കും ഗ്രീൻലാൻഡ് എന്ന പേര് വന്നത്? എന്തായിരിക്കും ആ പേര് നൽകിയവർക്ക് പിന്നിലെ ലോജിക്? എല്ലാവർക്കും സ്വാഗതം. വേദിക് വീക്ക്ലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ തന്നെയാണ് കറണ്ട് അഫയേഴ്സ്. ഹിസ്റ്ററിയും പൊളിറ്റിയും എക്കണോമിയും ജോഗ്രഫിയും മാത്സും മലയാളവും ഇംഗ്ലീഷും പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോർഷനായി കറണ്ട് അഫയേഴ്സ് മാറിക്കഴിഞ്ഞു. നമ്മുടെ ചുറ്റുപാടും അനലൈസ് ചെയ്യാനുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എക്സാം ആസ്പിറൻറ്റിൻ്റെ ആ ഒരു ശേഷിയെ ഇന്ന് വിലയിരുത്തപ്പെടുന്നത് മാർക്കുകൾ കൊണ്ട് തന്നെയാണ്. സോ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ജോലി എന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സഹായിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കഴിഞ്ഞ ആഴ്ച ലോകം കണ്ട മികച്ച വാർത്തകൾ നമുക്കൊന്ന് അടുത്ത് കണ്ണോടിക്കാം. ആദ്യമായി തന്നെ ഏതൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂസ് എന്ന് നമുക്ക് നോക്കാം. ട്രംപ് റിഫ്യൂസസ് ടു റൂൾ ഔട്ട് മിലിറ്ററി ആക്ഷൻ അഗെയിൻസ്റ്റ് ഗ്രീൻലാൻഡ് ആൻഡ് പനാമ കനാൽ. ലോകമേറെ വിസ്മയത്തോടും അതിശയത്തോടും കണ്ടൊരു വാർത്തയായിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയുടെ രണ്ടാം തവണയും US പ്രസിഡന്റായുള്ള അവരോധം. ജനുവരി 20 US പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് അതിനു മുമ്പ് തന്നെ ചില പ്രശ്നങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ഭാഗം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെയും പസഫിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി കണക്ട് ചെയ്യുന്ന പനാമ കനാലിനെയും എന്ത് വില കൊടുത്തും സ്വന്തമാക്കും എന്ന ട്രംപിൻ്റെ വാദമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. എത്രമാത്രം സീരിയസ്നെസ്സോട് കൂടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഡോക്കിംഗ് ട്രയൽ, ISRO ഓവർകംസ് ഡ്രിഫ്റ്റ്, നഡ്ജസ് സാറ്റലൈറ്റ്സ് ക്ലോസർ. അഭിമാനകരം എന്ന് മാത്രമേ ഈ ഒരു വാർത്തയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അത്രമാത്രം, അഥവാ വളരെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം സ്വായത്തമായ ഈ ഒരു ടെക്നോളജി നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു. ബഹിരാകാശത്ത് വെച്ച് 2 സാറ്റലൈറ്റുകളെ കൂട്ടിയിണക്കുന്ന ഡോക്കിംഗ് ടെക്നോളജി വളരെ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. മൂന്നാമത്തെ വാർത്തയിലേക്ക് വരുമ്പോൾ അത് സാമ്പത്തിക രംഗത്തു നിന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ ഫോൾസ് ടു എ 4-month ലോ ഇൻ ഡിസംബർ. പണപ്പെരുപ്പം എന്ന ആ ഒരു പ്രതിഭാസം ഡിസംബറിൽ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവസാനത്തെ വാർത്ത അയൽരാജ്യവുമായി ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില അതിർത്തി പ്രശ്നങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ പ്രതിവിധികളുമാണ് ആ ഒരു ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഓരോ ന്യൂസിൻ്റെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായി ട്രംപ് റിഫ്യൂസസ് ടു റൂൾ ഔട്ട് മിലിറ്ററി ആക്ഷൻ അഗെയിൻസ്റ്റ് ഗ്രീൻലാൻഡ് ആൻഡ് പനാമ കനാൽ. അപ്പോൾ ഗ്രീൻലാൻഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു രൂപമെന്ന് പറയുന്നത് വളരെ ഹരിതാപവും പച്ചപ്പുമായി നമ്മുടെ കേരളത്തെ വിശേഷിപ്പിക്കാൻ സാഹിത്യകാരന്മാർ ഉപയോഗിച്ച അതേ വാക്കുകൾ തന്നെയാകും ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും കയറി വരുന്നത്. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ വാക്ക് ഒരു മിസ്നോമറാണ്, അഥവാ പരസ്പര വിരുദ്ധം എന്ന് പറയേണ്ടതായിട്ട് വരും. അതായത് യാഥാർത്ഥ്യത്തെ കുറിക്കുന്ന യാതൊന്നും തന്നെ ഈ ഒരു പേരിലില്ല. 80% ഐസിനാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്തിന് എങ്ങനെയാണ് ഗ്രീൻലാൻഡ് എന്ന പേര് വന്നത്? എറിക് ദ റെഡ് എന്ന നാവികനാണ് ഗ്രീൻലാൻഡ് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടതെന്ന് ചില ചരിത്ര സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. വളരെ മികച്ച ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ കൂടുതൽ സെറ്റിൽമെൻറ്റ്സ് അഥവാ കോളനീസ് അവിടെ ഉണ്ടാവണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാകുന്നു. എന്നാൽ അസഹനീയമായ തണുപ്പ് കാരണം താൻ ഉദ്ദേശിക്കുന്ന പോലത്തെ സെറ്റിൽമെൻറ്റ്സ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം കൂടുതൽ ആൾക്കാരെ ഇവിടേക്ക് ആകർഷിക്കാൻ വേണ്ടി കൊടുത്ത പേരാണ് ഗ്രീൻലാൻഡ്. ഇതുമായി അത്ര ബന്ധമില്ലെങ്കിൽ കൂടി മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ കൂട്ടിച്ചേർക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ ഐസ്ലാൻഡ് എന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. റെയ്ജാവിക് തലസ്ഥാനമായി ആർട്ടിക്കിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഐസ്ലാൻഡ് എന്ന രാജ്യത്ത് ഐസ് വളരെ കുറവാണ്. അതായത് 70% ആ പ്രദേശത്ത് ഐസിനാൽ കവേർഡ് അല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു പ്രദേശത്തിന് ഐസ്ലാൻഡ് എന്ന പേര് വന്നത്? വളരെ മനോഹരമായൊരു സ്ഥലത്തേക്ക് കൂടുതൽ ആൾക്കാരെത്തി കുഴപ്പം സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഐസ്ലാൻഡ് എന്ന പ്രദേശത്തിന് ആ പേര് നൽകപ്പെട്ടത് എന്നാണ് ചില ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. അപ്പോൾ വാർത്തയിലേക്ക് മടങ്ങി വരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന US പ്രസിഡന്റ് ഗ്രീൻലാൻഡിനെ വളരെയേറെ മോഹിക്കുന്നുണ്ട്. അതിന് ട്രംപിൻ്റേതായിട്ടുള്ള റീസൺസുമുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വാർത്തയിലേക്ക് വരുമ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാസ് സെഡ് ഹി വുഡ് നോട്ട് റൂൾ ഔട്ട് ദ യൂസ് ഓഫ് മിലിറ്ററി പവർ ടു സീസ് എ കൺട്രോൾ ഓഫ് ഗ്രീൻലാൻഡ്. അപ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചടക്കാനായി താൻ സൈനിക ശക്തി വരെ ഉപയോഗിക്കാൻ മടിയില്ല എന്നുള്ള ആ ഒരു ന്യൂസാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. ഗ്രീൻലാൻഡ് വാങ്ങാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യം ഉന്നയിക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റ് അല്ല ഡൊണാൾഡ് ട്രംപ്. ഒരുപാട് US പ്രസിഡന്റുമാർ ഇതിനു മുമ്പ് തന്നെ ഈ പ്രദേശം കൈയടക്കാനായി ആഗ്രഹം അറിയിച്ചിരുന്നു. ഹി അസർട്ടഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻലാൻഡ് ഫോർ ദി നാഷണൽ സെക്യൂരിറ്റി കൺസേൺ. ദേശീയ സുരക്ഷ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വാദം പുറപ്പെടുവിച്ചെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.
മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിലൂന്നിയുള്ള ട്രംപിൻ്റെ ഭരണത്തെ ഈ ഒരു വാദം സാധൂകരിക്കുന്നു. അപ്പോൾ ഈ വാർത്തയിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് ഗ്രീൻലാൻഡിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദ വേൾഡ് ബൈ ഏരിയ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. US-ൻ്റെ ആകെ 4-1 വലിപ്പം മാത്രമുള്ള ഈ ഒരു പ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണെങ്കിൽ തന്നെ ജനസംഖ്യ 60,000-ൽ താഴെ മാത്രമാണ്. അണ്ടർ ദി കൺട്രോൾ ഓഫ് കിങ്ഡം ഓഫ് ഡെൻമാർക്ക്. കോപ്പൻഹേഗൻ തലസ്ഥാനമായ ഡെൻമാർക്ക് എന്ന രാജ്യത്തിൻ്റെ അധീനതയിലാണ് കഴിഞ്ഞ 600 വർഷമായി ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ബഡ്ജറ്ററി അലോക്കേഷൻ ആൻഡ് ഫിഷിംഗ് സെക്ടർ കോൺട്രിബ്യൂട്ട്സ് ടു ദ റവന്യൂ. ഡെൻമാർക്കിൽ നിന്ന് വർഷാവർഷം ലഭിക്കുന്ന ബഡ്ജറ്റ് വരുമാനവും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിൽ നിന്ന് ഫിഷറീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവുമാണ് ഗ്രീൻലാൻഡിനെ മികച്ചതാക്കുന്നത്. ധാരാളം ഓഷൻ കറൻസ് മെർജ് ചെയ്യുന്നൊരു മേഖല ആയതുകൊണ്ട് തന്നെ, അതായത് ജോഗ്രഫി പ്രകാരം കോൾഡ് കറണ്ടും വാം കറൻസും ഒക്കെ ധാരാളം മെർജ് ചെയ്യുന്നൊരു മേഖല ആയതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് വളരെയേറെ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഗ്രീൻലാൻഡിന് അടുത്തായിട്ടുള്ളത്. ഗ്രാൻഡഡ് ഓട്ടോണമി ഇൻ 2009. സ്വയംഭരണാധികാരം ഒരു പരിധിവരെ ഗ്രീൻലാൻഡിനുണ്ട്. അതായത് വിദ്യാഭ്യാസം, ആഭ്യന്തരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഗ്രീൻലാൻഡിന് സ്വയം തീരുമാനമെടുക്കാം. എന്നാൽ വിദേശകാര്യം തുടങ്ങിയിട്ടുള്ള പ്രസ്തുത പ്രധാനമായിട്ടുള്ള വകുപ്പുകൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ഡെൻമാർക്ക് തന്നെയാണ്. ഡെൻമാർക്ക് സ്റ്റിൽ കൺട്രോൾസ് ദി ഫോറിൻ അഫയേഴ്സ്. ഇനി എന്തുകൊണ്ട് US ഗ്രീൻലാൻഡിനെ അതിയായി ആഗ്രഹിക്കുന്നു നമുക്കൊന്ന് നോക്കാം. സ്ട്രാറ്റജിക് ആൻഡ് ജോഗ്രഫിക് ഇമ്പോർട്ടൻസ്. ഗ്രീൻലാൻഡിനെ പ്രസക്തമാക്കുന്നത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് തന്നെയാണ്. ആർട്ടിക് സമുദ്രത്തിനോട് ചേർന്ന് വളരെയേറെ മൂല്യമുള്ള ഒരു സ്ഥലത്താണ് ഗ്രീൻലാൻഡിൻ്റെ സ്ഥാനം. അപ്പോൾ ഡെൻമാർക്കിനേക്കാളേറെ, മാതൃരാജ്യമായ ഡെൻമാർക്കിനേക്കാളേറെ ഗ്രീൻലാൻഡ് ഒരു പ്രോക്സിമിറ്റി കാണിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയോട് തന്നെയാണ്. അപ്പോൾ ഗ്രീൻലാൻഡിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, നടന്നിട്ടുള്ളതും ഇനി നടക്കാനിരിക്കുന്നതുമായിട്ടുള്ള എന്ത് തന്നെയാണെങ്കിലും അതൊരു പരിധിവരെ US-ൻ്റെ ആഭ്യന്തര കാര്യത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. സോ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് US-നെ ഗ്രീൻലാൻഡിന് മേൽ അവകാശം ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. പ്രസൻസ് ഓഫ് റെയർ എർത്ത് മിനറൽസ്. നമുക്കറിയാം, മൂലകങ്ങളിൽ ചില മൂലകങ്ങളെ വളരെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സായി അല്ലെങ്കിൽ കോമ്പൗണ്ട്സായി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവയാണ് നമ്മൾ റെയർ എർത്ത് മിനറൽസ് എന്ന് വിളിക്കുന്നത്. സെമി കണ്ടക്ടർ ചിപ്സിൻ്റെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ നിർമ്മാണത്തിലും മിലിറ്ററി ടെക്നോളജിയിലും സ്പേസ് ടെക്നോളജിയിലും ഈ റെയർ എർത്ത് മിനറൽസിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ നിലവിൽ റെയർ എർത്ത് മിനറൽസിൻ്റെ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് US-ൻ്റെ പ്രധാനപ്പെട്ട എതിരാളി അല്ലെങ്കിൽ റൈവൽ എന്നറിയപ്പെടുന്ന ചൈനയാണ്. അപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ ആധിപത്യം അമേരിക്കയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മൈനിങ്ങിലൂടെ റെയർ എർത്ത് മിനറൽസിൻ്റെ എക്സ്ട്രാക്ഷൻ US-ന് സാധ്യമാകും. ഇതോടുകൂടി ഇപ്പോൾ നിലവിൽ ചൈനയ്ക്ക് മാത്രം സാധ്യമായ ചില ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് നാളെ US-ലേക്കും കൊണ്ടുവരാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും. ഇൻക്രീസിംഗ് പ്രസൻസ് ഓഫ് റഷ്യ ആൻഡ് ചൈന ഇൻ ദ റീജിയൻ. പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും വർദ്ധിച്ചു വരുന്ന റഷ്യയുടെയും ചൈനയുടെയും സാമീപ്യമാണ് ഇത്തരത്തിലൊരു മൂവ്മെൻറ്റിന് അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ കൂടുതൽ സന്നാഹങ്ങൾ അമേരിക്കയ്ക്ക് ഈ ഒരു മേഖലയിൽ ആവശ്യമായിട്ട് വരും. എക്സ്പ്ലോറേഷൻ ഓഫ് ദി ആർട്ടിക് റീജിയൻ. ധാരാളം മൂലകങ്ങൾ അല്ലെങ്കിൽ മിനറൽസ് അടങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ആർട്ടിക് പ്രദേശം. നാച്ചുറൽ ഗ്യാസിൻ്റെ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു പ്രദേശത്തിലേക്കുള്ള താക്കോൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഗ്രീൻലാൻഡിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇവയെല്ലാമാണ് ഗ്രീൻലാൻഡ് എന്ന ദ്വീപിൽ ആധിപത്യം ഉന്നയിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ISRO എക്സിക്യൂട്ട്സ് സാറ്റലൈറ്റ് ഡോക്കിംഗ് പ്ലേസസ് ഇന്ത്യ ആൻഡ് ദി എലൈറ്റ് സ്പേസ് ക്ലബ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ രാജ്യത്തിലെ സയൻസ് ആൻഡ് ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം. ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം, അതായത് USA, റഷ്യ, ചൈന, ഈ രാജ്യങ്ങൾ മാത്രം സ്വായത്തമാക്കിയ ഒരു അത്യാധുനിക സംവിധാനം അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഇന്ത്യക്കും കൈവന്നിരിക്കുകയാണ്. ബഹിരാകാശത്ത് വെച്ച് 2 സാറ്റലൈറ്റ്സിനെ കൂട്ടിയിണക്കുക എന്ന പ്രക്രിയയാണ് നമ്മൾ ഡോക്കിംഗ് എന്ന് വിളിക്കുന്നത്. അത്തരത്തിലൊരു ടെക്നോളജി നമ്മൾ കൈവരിച്ചിരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ, ISRO സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് എ സാറ്റലൈറ്റ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് സ്പെയ്ഡെക്സ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് എന്നാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ ഔദ്യോഗിക നാമം. ദ ഹിസ്റ്റോറിക് ഫീറ്റ് പ്ലേസസ് ഇന്ത്യ ഇൻ ആൻ എലീറ്റ് ലിസ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് USA, റഷ്യ ആൻഡ് ചൈന. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ USA-ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമായിരുന്നു ഇതുവരെ ഈ ടെക്നോളജി സ്വന്തമാക്കിയ ക്രെഡിറ്റ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ആ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നമ്മുടെ ഇന്ത്യയും ഇടം പിടിച്ചിരിക്കുന്നു. ഡോക്കിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് 2 ഫാസ്റ്റ് മൂവിംഗ് സ്പേസ് ക്രാഫ്റ്റ് ആർ ബ്രോട്ട് ക്ലോസർ ടു ഈച്ച് അതർ ആൻഡ് ഫൈനലി ജോയിൻ ടുഗെദർ. ഓൾട്ടിറ്റ്യൂഡും ഓർബിറ്റും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബഹിരാകാശത്ത് ഭ്രമണം ചെയ്യുന്ന 2 സ്പേസ് ക്രാഫ്റ്റുകളെ അല്ലെങ്കിൽ 2 സാറ്റലൈറ്റുകളെ ഒന്നിച്ചു ചേർത്ത് ഒരു സിംഗിൾ യൂണിറ്റായി മാറ്റുന്നതിനെയാണ് ഡോക്കിംഗ് എന്ന പ്രക്രിയ കൊണ്ട് അർത്ഥമാക്കുന്നത്. വളരെയേറെ കോംപ്ലക്സും എന്നാൽ അതിലേറെ പ്രാധാന്യമുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ഡോക്കിംഗ് പ്രക്രിയ എന്ന് പറയുന്നത്. സാറ്റലൈറ്റ്സ് SDX-01,
SDX-02 was launched in the orbit for the experiment by PSLV C-60 on December 30. അപ്പോൾ ഇതിനു വേണ്ടി 2 സാറ്റലൈറ്റുകളെയാണ് PSLV C-60 ഉപയോഗിച്ച് ISRO വിക്ഷേപിച്ചത്. ഈ വിക്ഷേപണം നടന്നത് ഡിസംബർ 30-നാണ്. ദിസ് മാർക്സ് എ മേജർ കോർണർസ്റ്റോൺ ഇൻ ഇന്ത്യാസ് അപ്കമിംഗ് സ്പേസ് ജേണി. നമുക്കറിയാം, പല സ്പേസ് ടെക്നോളജിയുടെ കാര്യത്തിലും ഇന്ത്യ ഇന്ന് മുൻപന്തിയിലാണ്. ഈ ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ മറ്റുള്ളവർ കൊതിക്കുന്ന പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുമുണ്ട്, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഈ ഒരു ചുവട് അല്ലെങ്കിൽ ഈ ഒരു കാൽവെപ്പ് ഇന്ത്യയുടെ വരാനിരിക്കുന്ന ബഹിരാകാശ കുതിപ്പിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. Why does the experiment hold significance? To develop the technology needed for the spacecraft rendezvous and undocking experiment. ഇനി വരാൻ പോകുന്ന ടെക്നോളജീസിനെ സഹായിക്കുന്ന ഒരു ഘടകമായി ഈ ഒരു ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിനെ കാണാം. ഡോക്കിംഗ് കേപ്പബിലിറ്റി എനേബിൾസ് എ വേ ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ഗഗൻയാൻ മിഷൻ. നമുക്കറിയാം, ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യ. റഷ്യയിൽ ട്രെയിനിങ്ങിലുണ്ടായിരുന്ന 4 പൈലറ്റുമാരെ കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നമുക്ക് പരിചയപ്പെടുത്തി. ക്രൂഷ്യൽ സ്റ്റെപ്പ് ഫോർ ബിൽഡിംഗ് ഭാരതീയ അന്തരീക്ഷ് ഭവൻ. ഇന്ത്യക്ക് സ്വന്തമായൊരു സ്പേസ് സ്റ്റേഷൻ, അതായത് നിലവിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെ ഇന്ത്യക്ക് സ്വന്തമായൊരു സ്പേസ് സ്റ്റേഷൻ. അതാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്വപ്നം. അതിലേക്കും ഈ ഒരു ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് വളരെ റെലവൻ്റ് ആണ്. എ ഫർദർ ബൂസ്റ്റ് ഫോർ ഇന്റർ പ്ലാനറ്ററി മിഷൻസ് ലൈക്ക് ശുക്രയാൻ 1. 2014 നമ്മൾ മംഗൾയാൻ അല്ലെങ്കിൽ ചൊവ്വയിലേക്കുള്ള ഒരു ദൗത്യം വിക്ഷേപിച്ചതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു ഇന്റർ പ്ലാനറ്ററി അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിലേക്കുള്ള വിക്ഷേപണമാണ് ശുക്രയാൻ അല്ലെങ്കിൽ വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് അല്ലെങ്കിൽ ശുക്രനിലേക്കുള്ള നമ്മുടെ കാൽവെപ്പിന് വളരെ ഉപകാരപ്രദമാകും ഈ ഒരു ടെക്നോളജി. അടുത്ത വാർത്തയിലേക്ക് വരുമ്പോൾ, ബോർഡർ റോ ബംഗ്ലാദേശ് സമ്മൺസ് ഇന്ത്യൻ ഇൻവോയ്. നിലവിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സംഭവിക്കുന്ന ഈ ഒരു മാറ്റത്തിന് എന്താണ് കാരണം, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സംഭവിക്കുന്നത്? വാർത്തയിലേക്ക് വരുമ്പോൾ, ഇന്ത്യ ഷെയർസ് ഇറ്റ്സ് ലോങ്ങസ്റ്റ് ബോർഡർ വിത്ത് ബംഗ്ലാദേശ്. ഇന്ത്യ 7 രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്, 4096 കിലോമീറ്റർ. പക്ഷേ ഇതിൽ 80% മാത്രമാണ് ഫെൻസ്ഡ് അഥവാ വേലികൾ കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് വെസ്റ്റ് ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറം. ഇത്രയും സംസ്ഥാനങ്ങളുമായാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം അതിർത്തി പങ്കിടുന്നത്. ഔട്ട് ഓഫ് ദി 4096 കിലോമീറ്റർ, 3141 kilometers have been fenced and smaller patches in West Bengal remains unfenced due to the difficult terrain, objection from villages etc. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യമായിട്ട് കൂടി ആ അതിർത്തി മുഴുവൻ നമുക്ക് വേലി കെട്ടി തിരിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ 3141 കിലോമീറ്റർ മാത്രമാണ് വേലി കെട്ടി തിരിച്ചിട്ടുള്ളത്. എൻ്റയർ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയെയും ബംഗ്ലാദേശിൽ നിന്ന് വേർതിരിക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിൻ്റെ ഭാഗമായ ചില പ്രദേശങ്ങൾ മാത്രമാണ് വേലി കെട്ടി തിരിക്കാത്തതായിട്ടുള്ളത്. അതിന് അതിൻ്റേതായിട്ടുള്ള റീസൺസുമുണ്ട്. കാരണം ഡിഫിക്കൽട്ട് ടെറൈൻ, വേലി കെട്ടുക എന്ന് പറയുന്നത് അത്യധികം ബുദ്ധിമുട്ടേറിയൊരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അതിന് ടെറൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു എവിടെയാണോ വേലി കെട്ടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കണക്കിലെടുത്ത് വേണം ആ ഒരു പ്രക്രിയ പൂർത്തിയാക്കാനായിട്ട്. അതുപോലെ തന്നെ നിരന്തരമായി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വില്ലേജസ് അവരുടെ ഒബ്ജക്ഷൻ, എതിർപ്പ് കൂടിയും ഈ ഒരു വേലികെട്ടൽ പ്രോസസ്സിനെ എതിർക്കുന്നുണ്ട്. ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇൻഡോ ബംഗ്ലാദേശ് ബോർഡർ. നൗ, എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഇൻഡോ ബംഗ്ലാദേശ് ബോർഡറിലെ വേലി കെട്ടുന്നതിനെ അതിയായി പ്രോത്സാഹിപ്പിക്കുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ധാരാളം മനുഷ്യക്കടത്തിനാൽ പേരുകേട്ട അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഒരു പ്രദേശമാണ് ഇൻഡോ ബംഗ്ലാദേശ് ബോർഡർ. മതിയായ രേഖകളില്ലാതെ ഇന്ത്യയിലേക്ക് വരുന്ന കുടിയേറ്റക്കാർ ഇന്ത്യയിൽ പലവിധമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ജെനുവിൻ കേസസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇവയെ പ്രത്യേകമായി സ്ക്രൂട്ടനൈസ് ചെയ്ത് അർഹതപ്പെട്ടവർക്ക് ഇന്ത്യയിലേക്കുള്ള ആക്സസ് കൊടുക്കുന്നതിന് ഗവൺമെൻറ്റിന് കാലതാമസം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പൊടുന്നനെയുള്ള ഈ ഒരു എക്സോഡസ് അല്ലെങ്കിൽ ഈ ഒരു മൈഗ്രേഷൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, കൃത്യമായ വേരിഫിക്കേഷന് ശേഷം മാത്രമായിരിക്കണം ഇന്ത്യയിലേക്കുള്ള എൻട്രി എന്നതാണ് നിലവിലെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു നയം. ഇല്ലീഗൽ മൈഗ്രേഷൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ബോധപൂർവമുള്ള ഹ്യൂമൻ ട്രാഫിക്കിങ് അവരുടെ അറിവോട് കൂടി അല്ലാതെയായിട്ടും ഇല്ലീഗൽ മൈഗ്രേഷൻ അവർ സ്വതവേ ഇന്ത്യയിലേക്ക് കടന്നു വരാനായിട്ട് കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. റൈസിംഗ് ഇൻസർജൻസി ആക്ടിവിറ്റീസ്. മ്യാൻമറിലും ബംഗ്ലാദേശിലും ബേസ് ചെയ്തിരിക്കുന്ന ചില ഇൻസർജൻസി തീവ്രവാദ സംഘടനകളുടെ ഇന്ത്യയിലുള്ള പ്രസൻസിന് ഈ ഒരു ബോർഡർ ഇഷ്യൂവുമായി വളരെയേറെ ബന്ധമുണ്ട്. കാറ്റിൽ സ്മഗ്ലിംഗ്, കന്നുകാലികളുടെ മോഷണം തുടങ്ങിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഈ ഒരു മേഖല നേരിടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഒരു ഇഷ്യൂ ആണ് നർക്കോട്ടിക്സ് ഇഷ്യൂ. ഡ്രഗ്സ് അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം ഈ ഒരു മേഖലയിൽ വളരെ കുപ്രസിദ്ധമാണ്. റീസൺസ് ഫോർ ദ ഡിസ്പ്യൂട്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഈ ഒരു നീക്കത്തെ അല്ലെങ്കിൽ ഫെൻസിങ്ങിനെ എന്തുകൊണ്ട് ബംഗ്ലാദേശ് എതിർക്കുന്നു?
വയലേഷൻ ഓഫ് ദ 1975 ബോർഡർ എഗ്രിമെൻറ്റ്. 1975 ഇൻഡോ ബംഗ്ലാദേശ് ബോർഡർ ഉടമ്പടി പ്രകാരം അതിർത്തിയുടെ 150 യാർഡിനകത്തായിട്ട് യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രക്രിയകളും പാടില്ല എന്നുള്ളതാണ്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ ഇൻകൺവീനിയൻസ് ടു ദ റെസിഡൻസ് അലോങ് ദ ബോർഡർ. എപ്പോഴും ഇന്ത്യയുടെ സഹായം അത് വൈദ്യശാസ്ത്രപരമായിട്ടും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണെങ്കിലും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബംഗ്ലാദേശിന് ഇന്ത്യയുടെ ഈ ഒരു വേലികെട്ടൽ നയം ഒരു പരിധിവരെ തലവേദന സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഒബ്ജക്ഷൻ ടു സ്മാർട്ട് ഫെൻസിംഗ് ബൈ ബംഗ്ലാദേശ് സൈറ്റിംഗ് പ്രൈവസി ഇഷ്യൂസ്. അപ്പോൾ ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഒരു സജ്ജീകരണമാണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള CCTV നിരീക്ഷണങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അപ്പോൾ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്ന വാദം കൂടി ബംഗ്ലാദേശ് ഉന്നയിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇന്ത്യയുടെ നിലപാടെന്ന് നോക്കാം. സിംഗിൾ റോ ഫെൻസിംഗ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ഡിഫൻസ് സ്ട്രക്ചർ. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് സിംഗിൾ റോ ഫെൻസിംഗ്, ഒരു വരി മാത്രമുള്ള വേലിയെ ഒരിക്കലും ഒരു ഡിഫൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രതിരോധ എസ്റ്റാബ്ലിഷ്മെൻ്റായി കണക്കാക്കാൻ സാധിക്കില്ല. പക്ഷേ ബംഗ്ലാദേശിൻ്റെ നിർവചനത്തിൽ സിംഗിൾ റോ ഫെൻസിംഗ് പോലും എന്ത് തന്നെയാണ്, ഒരു ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെയാണ്. ഇന്ത്യ സീക്സ് ടു റെഡ്യൂസ് ക്രൈംസ് അറ്റ് ദ ബോർഡർ ത്രൂ ഫെൻസിംഗ്. ഈ ഒരു വേലി കെട്ടുന്നതിലൂടെ ഇന്ത്യ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഐഡിയ എന്തെന്നാൽ ഒരു പരിധിവരെ ബോർഡറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ സമീപ ഭാവിയിൽ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നയമാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ ഇഷ്യൂ എത്രമാത്രം കോംപ്ലക്സ് ആകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ അറിയേണ്ട ഒരു വസ്തുതയാണ്. അവസാനത്തെ വാർത്തയിലേക്ക് വരുമ്പോൾ സാമ്പത്തിക രംഗത്തു നിന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ ഫോൾസ് ടു 4 month ലോ ഇൻ ഡിസംബർ. പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം രാജ്യത്ത് അവസാന 4 മാസങ്ങളിൽ വളരെ കുറഞ്ഞു എന്നതാണ് ഗവൺമെൻറ് റീസെൻ്റ് ആയിട്ട് പുറത്തുവിട്ട ഈ ഒരു കണക്കുകൾ പ്രകാരം പറയുന്നത്. എന്താണ് ഇൻഫ്ലേഷൻ നമുക്കൊന്ന് നോക്കാം. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തെ നമുക്ക് വളരെ സിമ്പിളായി ഇൻഫ്ലേഷൻ ആസ് ദ സസ്റ്റൈൻഡ് ഇൻക്രീസ് ഇൻ ദ ജനറൽ ലെവൽ ഓഫ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് വിശേഷിപ്പിക്കാം. സാധന സേവന സാമഗ്രികളുടെ വിലക്കയറ്റത്തെയാണ് ഇൻഫ്ലേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുപക്ഷെ എല്ലാ തരത്തിലുള്ള വിലക്കയറ്റത്തിനെയും നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല. 1-2 കൊമോഡിറ്റീസിൻ്റെ മാത്രം വില എക്കോണമിയിൽ കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഇൻഫ്ലേഷനായി കണക്കാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഡെഫിനിഷനിൽ ജനറൽ ലെവൽ ഓഫ് പ്രൈസസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ സസ്റ്റൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഭൂരിഭാഗം വസ്തുക്കളുടെയും വിലക്കയറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഫ്ലേഷൻ എന്ന വാക്കുകൊണ്ട് നമുക്ക് അതിനെ അടയാളപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് റൈസ് ആയിരിക്കണം. മറ്റൊരു സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിങ്കളാഴ്ച വില കൂടി, ചൊവ്വാഴ്ച കുറഞ്ഞു, ബുധനാഴ്ച വീണ്ടും കൂടി, വ്യാഴം കുറഞ്ഞു, അങ്ങനെ ആ ഒരു പാറ്റേണിൽ പോകുന്ന ആ ഒരു വിലക്കയറ്റത്തിനെ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരു കണ്ടിന്യൂസ് ആൻഡ് സസ്റ്റൈൻഡ് റൈസ് ആയിരിക്കണം ഇൻഫ്ലേഷൻ എന്ന പ്രതിഭാസത്തെ അടയാളപ്പെടുത്തേണ്ടത്. ഇറ്റ് റിഫ്ലെക്ട്സ് എ ഡിക്രീസ് ഇൻ പർച്ചേസിംഗ് പവർ ഓഫ് ദ കറൻസി. ഒരു കറൻസിയുടെ വാങ്ങൽ ശേഷിയെ കുറയ്ക്കുകയാണ് ഇൻഫ്ലേഷനിലൂടെ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് 1 കിലോ അരിക്ക് 25 രൂപ എന്ന് സങ്കല്പിക്കുക. 100 രൂപയ്ക്ക് നമുക്ക് എത്ര കിലോ അരി വാങ്ങാൻ സാധിക്കും? 4 കിലോ അരി വാങ്ങാൻ സാധിക്കും. ഒരു 6 മാസങ്ങൾക്ക് ശേഷം അരിയുടെ വില 50 രൂപയാണെന്ന് കരുതുക. അതായത് 1 കിലോ അരിക്ക് 50 രൂപ. ഇപ്പോഴും അതേ 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് എത്ര കിലോയെ വാങ്ങാൻ സാധിക്കുകയുള്ളൂ? 2 കിലോ. അതായത് 4-ൽ നിന്ന് 2-ലേക്ക് പർച്ചേസിംഗ് പവർ കുറഞ്ഞിട്ടുണ്ട്. സോ വാങ്ങൽ ശേഷി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറൻസിയെ സംബന്ധിച്ചിടത്തോളം. ഇൻഫ്ലേഷൻ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻറ്റു ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ ആൻഡ് സപ്ലൈ ഫുൾ ഇൻഫ്ലേഷൻ. ഒരു സാധനത്തിൻ്റെ വില കൂടുന്നത് അതിൻ്റെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് കൊണ്ടാകാം, സപ്ലൈയുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് കൊണ്ടാകാം. തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഉയർന്ന വേതനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് തുടങ്ങിയവയെല്ലാം എന്തിലേക്ക് നയിക്കാം? ഇൻഫ്ലേഷനിലേക്ക് നയിക്കാം. അതുപോലെ തന്നെ സ്ട്രൈക്ക്, സപ്ലൈയിൽ വരുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വരുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് തുടങ്ങിയവയും എന്തിലേക്ക് നയിക്കാം? ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന ഒരു പ്രതിഭാസത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഇൻഫ്ലേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ത്രൂ CPI ആൻഡ് WPI. നമ്മുടെ രാജ്യത്ത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലൂടെയും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലൂടെയുമാണ് ഇൻഫ്ലേഷൻ അളക്കുന്നത്. വ്യത്യസ്തമായ ഏജൻസികൾ വളരെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ വർഷാവർഷം പുറത്തിറക്കുന്നുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്ത് എക്കോണമിയിൽ നിന്ന് വരുന്നത് ശുഭകരമായൊരു വാർത്തയാണ്. ഇൻഫ്ലേഷൻ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വാർത്ത കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ ന്യൂസ് അനാലിസിസ് ഇവിടെ സമാപിക്കുകയാണ്. അതിനു മുമ്പ് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ചോദ്യം. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഇഷ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ത്യയുടെ എല്ലാ അതിർത്തിയും കൃത്യമായി മാൻ ചെയ്യാൻ പറ്റാത്തതിന് അല്ലെങ്കിൽ വേലി കെട്ടി തിരിക്കാൻ പറ്റാത്തതിന് കാരണം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തന്നെയാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരുമ്പോഴേക്കും ചില പ്രദേശങ്ങൾ ചതുപ്പ് നിലങ്ങളാൽ പ്രസിദ്ധമാണ്. ആ ഒരു പ്രദേശത്ത് കോൺക്രീറ്റ് സ്ട്രക്ചറുകളോ മറ്റ് ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റോ നമുക്ക് സാധ്യമല്ല. അപ്പോൾ അവിടെ നമ്മുടെ അതിർത്തി കാക്കാനായി
ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു പ്രത്യേക റെജിമെൻ്റ് ഉണ്ട്. ആ റെജിമെൻറ്റിൻ്റെ പേരാണ് എനിക്ക് വേണ്ടത്. ഒരു ക്ലൂ ഉണ്ട്. ചതുപ്പ് പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളത്തിലും പ്രവർത്തിക്കേണ്ടതുണ്ട്, കരയിലും പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ക്രീച്ചർ, ഒരു ജീവിയുടെ പേരിൽ നിന്നാണ് ഈ ഒരു യൂണിറ്റിന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, വെള്ളത്തിലും കരയിലും ഒരുപോലെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഇവരുടേത്. അപ്പോൾ നമുക്കറിയാവുന്ന വളരെ കേട്ടിട്ടുള്ള ഏത് ജീവിയുടെ പേരിൽ നിന്നാണ് ഈ ഒരു ഫീച്ചർ കൊണ്ട് BSFൻ്റെ ഈ ഒരു യൂണിറ്റിന് പേര് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത സെഷനിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.